നിങ്ങൾ റബ്ബിനോട് താഴ്മയോടെ നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടി വളരെ പതുക്കെ നിങ്ങൾ റബ്ബിനോട് ചോദിക്കുക. കാരണം ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അതിര് കവിയുന്ന ആളുകളെ റബ്ബിന് ഇഷ്ടമില്ല. കാരണം ഈ അതിര് കവിയുന്നത് മനുഷ്യരെ അഹങ്കാരത്തിലേക്ക് എത്തിക്കും. അത് പ്രാർത്ഥനയിലും എത്തിക്കും, ആരാധനയിലും എത്തിക്കും. ആളുകളൊന്ന് കേൾക്കട്ടെ, ആളുകളൊന്ന് കാണട്ടെ, അത് വലിയ ബോക്സ് ഒക്കെ വെച്ചിട്ട് ഒരു ഏർപ്പാടാക്കി അതൊരു വാർഷികമായി, അപ്പൊ അത് അതിന്റെ ഉദ്ദേശമാകും. അതുകൊണ്ട് ഖുർആൻ പറയണേ, നിങ്ങൾ അങ്ങനെ ചോദിക്കണ്ട. നിങ്ങൾ റബ്ബിനോട് വളരെ താഴ്മയോടെ, റബ്ബിന്റെ മുന്നിലാണ് വളരെ താഴ്മയോടെ റബ്ബിനോട് നിങ്ങൾ ചോദിക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ചോദിക്കുക. അങ്ങനെയാണ് നമ്മൾ നമസ്കരിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഉറക്ക ചില ആളുകൾ സുബ്ഹാന റബ്ബിയൽ അദീം, സുബ്ഹാന റബ്ബിയൽ അഅല, അങ്ങനെയൊന്നും ചില ആളുകൾ അറിയാതെ പറയുന്നതായിരിക്കും. അതൊക്കെ ബാക്കിയുള്ള ആളുകൾക്ക് ഒരു അസ്വസ്ഥതയുണ്ട്. ഇപ്പൊ നമ്മൾ 2-3 സ്വപ്പ് നിസ്കാരത്തിന് ആളുകളുണ്ടെന്ന് വിചാരിക്കുക. ഒരാൾ എന്നും വന്നിട്ട് അയാൾ ഇങ്ങനെ പ്രാർത്ഥനകളൊക്കെ ഇങ്ങനെ റബ്ബനാ, ഒരു ബാക്കിയുള്ളവർക്ക് അസ്വസ്ഥതയാണ്. അത് നമ്മൾ ചിന്തിക്കേണ്ട, അങ്ങനെയൊന്നും പറയണ്ട. റബ്ബിനോട് താഴ്മയോടെ മനസ്സിൽ തട്ടി റബ്ബിനോട് പറയാം. അതിന് കവിയേണ്ടതില്ല. വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ, ഭൂമിയിൽ വളരെ നല്ല രൂപത്തിൽ സമാധാനത്തോടുകൂടി ഈ ഭൂമിയിൽ ജനങ്ങൾ സഞ്ചരിക്കുന്നതിനിടയിൽ, താമസിക്കുന്നതിനിടയിൽ പിന്നെ നിങ്ങൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. അതെന്താണ്? ഈ പ്രാർത്ഥനയുടെ ഇടയിൽ പടച്ചോൻ അങ്ങനെ ഒരു കാര്യം പറയാൻ കാരണം, ഇനിയും പ്രാർത്ഥനയെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ കാരണം ഈ ഭൗതിക ലോകത്തും സാമൂഹിക ബന്ധങ്ങളും ഇതൊക്കെ മനുഷ്യൻ ശ്രദ്ധിക്കണം എന്നാണ്. ഭയങ്കര പ്രശ്നമായി ജീവിക്കുക, വെറും കച്ചറക്കാരൻ, ഭയങ്കര പ്രശ്നക്കാരൻ, ആളുകളെ ചതിച്ചു വഞ്ചിച്ചാകെ ഫസാദോടുകൂടി ജീവിക്കുക, അതിന്റെ ഇടയ്ക്ക് പള്ളിക്ക് വരിക, പിന്നെ നിസ്കരിക്കുക, പിന്നെ പ്രാർത്ഥിക്കുക പറ്റൂല. അങ്ങനെ ജീവിച്ചിട്ട് വെറുതെ കുറെ കാര്യങ്ങൾ പ്രാർത്ഥിക്കുക, പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ അതിന്റെ യാതൊരു ഗുണങ്ങളും ഇല്ലാതിരിക്കുക എന്നത് പാടില്ല. അതുകൊണ്ടാണ് ഖുർആൻ അതിന്റെ ഇടയ്ക്ക് പറഞ്ഞത്, ഭൂമിയിൽ വളരെ സമാധാനത്തോടു കൂടി പോകുന്ന ഒരു ജനപദത്തിൽ നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഭയത്തോടു കൂടി പ്രാർത്ഥിക്കുക, പ്രതീക്ഷയോട് കൂടി പ്രാർത്ഥിക്കുക. അതിൽ ബാലൻസിംഗ് വേണം. അള്ളാഹുവോടാണ് പ്രാർത്ഥിക്കുന്നത് എന്നൊരു ബോധം, എന്നാലോ പ്രതീക്ഷയും വേണം. പ്രാർത്ഥിച്ചു നോക്കുക, കിട്ടിയാ കിട്ടി, പോയ ഒരു പ്രാർത്ഥനയല്ലേ, അങ്ങനെ വിചാരിക്കാനേ പാടില്ല. കുറെ കാലം ഇങ്ങനെ പ്രാർത്ഥിക്കണം, എന്താ കുറെ പ്രാർത്ഥിച്ചിട്ട്. അത് നമ്മൾ അങ്ങനെ പല മനുഷ്യർക്കും തോന്നാനുള്ള കാരണം തരും, ഇത്രയും കാലം കിട്ടിയതൊക്കെ എന്റെ സാമർത്ഥ്യം കൊണ്ടാണെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്. ഒരു മനുഷ്യൻ 40 വയസ്സ്, 50 വയസ്സ്, 60 വയസ്സ് ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്നു. എന്താ കാരണം? എന്താണ് ഒരു മനുഷ്യൻ വിചാരിക്കേണ്ടത്? അള്ളാഹുവിന്റെ ഫളല്, അള്ളാഹുവിന്റെ അനുഗ്രഹം. അത് മാത്രം മതി ഒരു മനുഷ്യൻ അനുഗ്രഹത്തെ കുറിച്ച് ചിന്തിക്കാൻ. നല്ല 3 മക്കളുണ്ട്, 3 മക്കൾക്ക് ഒരു കുഴപ്പമില്ല. എന്താ കാരണം? അള്ളാഹുവിന്റെ ഫളല്. മക്കളെ കണ്ടിട്ടില്ല, ഇങ്ങനെ 15-20 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ ബുദ്ധിയില്ലാതെ 10, 40, 50 വയസ്സുവരെയൊക്കെ ജീവിക്കുന്ന എത്ര കുട്ടികളുണ്ട്. അജണ്ട, ജീവിതത്തിലെ അജണ്ട എന്ന് പറഞ്ഞ ഒരു കുട്ടി മാത്രമായി ജീവിക്കുന്ന എത്ര ആളുകളുണ്ട്. അള്ളാഹുവിന്റെ ഫളല്. കഞ്ഞി കുടിച്ചു പോകാൻ, ഭക്ഷണം കഴിക്കാൻ, വസ്ത്രമുടുക്കാൻ, ആരോഗ്യത്തോടു കൂടി സഞ്ചരിക്കാൻ കഴിയുന്നു. എന്താ കാരണം? അള്ളാഹുവിന്റെ ഫളല്. അപ്പൊ കിട്ടിയിട്ടില്ല എന്ന തോന്നൽ ഒരു വിശ്വാസത്തിൽ ഉണ്ടാകാനേ പാടില്ല. അള്ളാഹു തന്നതാണ് ഈ ജന്മം, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഖുർആൻ പറയാണ്, നിങ്ങൾ പ്രതീക്ഷയോടെ ഭയത്തോടു കൂടി പ്രാർത്ഥിക്കണം. ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ, അള്ളാഹുവിന്റെ കാരുണ്യം എന്ന് പറഞ്ഞാൽ സത്വൃത്തരായ ആളുകൾക്ക് തൊട്ടടുത്തുണ്ട്, കുറെ ദൂരല്ല, അടുത്തുണ്ട്. ചോദിക്കേണ്ട താമസമുള്ളൂ, അള്ളാഹു നൽകും. നമുക്കൊക്കെ അങ്ങനെ